ബ്രിട്ടന്റെ F-35B യുദ്ധവിമാനം കഴിഞ്ഞ ദിവസമാണ് യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തരമായി സേഫ് ലാൻഡിംഗ് നടത്തിയത്. അതിനുശേഷം ഇതിന്റെ യന്ത്രപ്രശ്നങ്ങൾ, തകരാറുകൾ എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന വിദഗ്ധ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരിശോധനകൾക്കിടയിലാണ് ഇതിന് സാങ്കേതികമായി സങ്കീർണമായ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത്. അതേ തുടർന്ന് ബ്രിട്ടന്റെ വ്യോമസേന അധികൃതർ അടക്കം ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു എക്വിപ്ഡ് ആയിട്ടുള്ള ടീമിനെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ ഉടൻ തന്നെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് വിവരം. അതുവരെ ഹാങ്ങർ യൂണിറ്റിലായിരിക്കും, അതായത് ഈ വിമാനങ്ങളുടെ സാങ്കേതികമായ തകരാറുകൾ പരിഹരിക്കുന്ന അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഹാങ്ങർ യൂണിറ്റിലായിരിക്കും ഈ ഫൈറ്റർ ജെറ്റ് സൂക്ഷിക്കുക. അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ്, അതായത് സായുധരായിട്ടുള്ള CRPF ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാകും ഈ ഫൈറ്റർ വിമാനം ഇവിടെ സൂക്ഷിക്കുക. അതോടൊപ്പം ഇതിന്റെ സാങ്കേതിക തകരാറുകൾ എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രാഥമികമായ ഒരു പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം. ഈ ഇന്ധനം നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ തകരാർ നിലനിൽക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഈ ഏവിയേഷൻ ഫ്യൂവൽ സംബന്ധമായ ചില തകരാറുകൾ ഉണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം തന്നെ പ്രാഥമികമായ പരിശോധനയ്ക്ക് ശേഷം ഒരു സൂചന നൽകിയിരുന്നു. എന്തായാലും ഇതിന് തൊട്ടു മുമ്പാണ് സമാനമായ തരത്തിൽ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മറ്റൊരു വിമാനം ഇവിടെ നിന്ന് ഇവിടെ ഇറക്കി ഈ സമാനമായ തരത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇവിടുന്ന് മടങ്ങിപ്പോയത്. സമാനമായ തരത്തിലാണ് ഈ F-35B യുദ്ധവിമാനവും സേഫ് ലാൻഡിംഗ് നടത്തിയത്. ഈ തകരാറുകൾ പരിഹരിച്ചതിന് ശേഷം സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി വീണ്ടും സൈനിക സേവനങ്ങൾക്ക് തന്നെ ഈ ഫൈറ്റർ ജെറ്റ് ഉപയോഗിക്കും എന്നാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ വക്താവ് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. ഇതിന്റെ യന്ത്ര തകരാറ് എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങളെ തുടർന്നാണ് ഈ യന്ത്ര തകരാറ് പരിഹരിക്കുന്നതിനാവശ്യമായ ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ ഉൾപ്പെടെ വഹിച്ചുകൊണ്ട് ഒരു വിദഗ്ധ സംഘം ഇംഗ്ലണ്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അവർ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് വിമാനത്താവള അധികൃതർക്ക് നൽകിയിരിക്കുന്ന വിവരം. അവർ എത്തിയതിനു ശേഷമായിരിക്കും ഹാങ്ങർ യൂണിറ്റിൽ വിശദമായ പരിശോധനകൾ നടത്തി തകരാർ പരിഹരിച്ച് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സുരക്ഷാ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം ഈ വിമാനം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ബ്രിട്ടന്റെ സൈനിക സേവനങ്ങൾക്ക് വേണ്ടി തിരികെ മടങ്ങുക എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, News 18.